കച്ചവടത്തിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുമ്പളയിലെ മുസ്ലിം ലീഗ് നേതാവ് MP ഖാലിദ്. ഇതിനെതിരെ നിയമത്തിന്റെ വഴിയിലൂടെ നേരിടുമെന്നും ഖാലിദ് പ്രതികരിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബംഗളൂരുവിലെ ഹോട്ടൽ കച്ചവടത്തിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു കുടുംബം നടത്തിയ ആരോപണങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നുവെന്നുമാണ് മുസ്ലിം ലീഗ് നേതാവും ഇത്തവണ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിന്നും ജനവിധി തേടി വിജയിക്കുകയും ചെയ്ത MP ഖാലിദ് പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ കാണാൻ ന്യൂസ്, അതായത് ഒരു പ്രസ് മീറ്റ് എനിക്കെതിരായിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പെണ്ണുങ്ങൾ, അതായത് ആ പ്രസ് മീറ്റ് നടത്തിയവരുടെ ഭർത്താവുമായിട്ട് പാർട്ട്ണർഷിപ്പാണ്. അതായത് 10 വർഷം മുമ്പ്, ഏകദേശം 10 വർഷം മുമ്പ് ഞാനും മൊഗ്രാലത്തെ ഒരാളും, മൊഗ്രാൽ ഭാഗത്തുള്ള ഒരാളും, അതുപോലെ തന്നെ പെറുവാട് താമസിക്കുന്ന ഒരാളും, അതുപോലെ തന്നെ അരിക്കാടി താമസിക്കുന്ന ഈ പറയുന്നവരും കൂടിയിട്ടാണ് ഒരു ഹോട്ടൽ ആരംഭിച്ചത്. അപ്പോൾ അത് നല്ലൊരു തുടക്കമായിട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യ 2 വർഷം ഞങ്ങൾ തന്നെ നടത്തി നല്ല പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അവരുടെ എത്രയാണോ മുതലിട്ടത് അതനുസരിച്ചിട്ട് എല്ലാവർക്കും വീതിച്ചിട്ട് ആ പ്രോഫിറ്റ് അവിടെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം കൊറോണ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് വാടക കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അതിനുശേഷം ഏകദേശം ഈ കഴിഞ്ഞ 5-6 വർഷം വരെ ഞങ്ങൾക്ക് വാടക കിട്ടിയിട്ടില്ല. ഏകദേശം കറക്റ്റ് സമയം പറയാൻ പറ്റുന്നില്ല. കിട്ടുന്ന സമയത്തൊക്കെ എല്ലാവർക്കും അതാത് എത്രയാണോ മുതലിട്ടത് അതിൻ്റെ പ്രോഫിറ്റ് ശതമാനം കണക്കാക്കിയിട്ട് അവരവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കൊടുക്കലല്ല, നടത്തുന്നവരാണ് കൊടുത്തുകൊണ്ടുണ്ടായത്. താൻ 1/2 കോടി രൂപയോളം വാങ്ങി വഞ്ചിച്ചുവെന്നാണ് കുടുംബം വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചത്. ബംഗളൂരുവിലെ ഹോട്ടൽ പാംസ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ താൻ മാത്രമല്ല 4 പാർട്ട്ണർമാരുണ്ട്. നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന സ്ഥാപനത്തിൽ നിന്നും നല്ല ആദായം ആരോപണം ഉന്നയിച്ചവർക്ക് മുമ്പ് നൽകിയിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ബിസിനസ് തകർന്നു. ഈ സമയത്ത് വരുമാനം നിലച്ചതിനാൽ സ്വാഭാവികമായും ലാഭവിഹിതം നൽകാനായില്ല. ഞങ്ങള് ഇപ്പമല്ല 20 വർഷമായിട്ട് ബിസിനസ് പരമായിട്ട് അയാളെ മോണിച്ചാൻ എല്ലാവർക്കും അറിയാം. ബിസിനസ് പരമായിട്ട് ഞങ്ങൾ ഒന്നിച്ചെന്നെ ഉണ്ടായ ആൾക്കാരാണ്. അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾ അത്ര ബന്ധത്തിലാണ്, ഒരു അഗ്രിമെന്റ് പോലും ഇല്ലാണ്ട് ഞാൻ പേരിലാക്കി കൊടുത്തത്. അതുപോലെ തന്നെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. ആ കച്ചവടത്തിൽ ഞാൻ 4 മാസം അവർ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പോലും അവിടെ കച്ചവടം ചെയ്തിട്ടില്ല. ഹോട്ടൽ ഫീൽഡ് എനിക്കറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം, റെസ്റ്റോറൻറ്റ് ഫീൽഡ്. അപ്പോൾ അയാൾ റെസ്റ്റോറൻറ്റ് ഫീൽഡ് ഉള്ളതുകൊണ്ട് അയാളും അയാളെ മക്കളുമാണ് ഈ 4 മാസം ആ ഹോട്ടൽ നടത്തിയത്. അതും കൂടി ആ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ചെക്കും കാര്യങ്ങൾ അയാളെ മക്കളൊക്കെ നമ്മൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ചെക്ക് ഇഷ്ടം പോലെയുള്ള, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, മാസത്തിൽ ഒരിക്കലേ പോകാറുള്ളൂ. അപ്പോൾ അവിടെ കൊടുക്കേണ്ട അമൗണ്ടിനൊക്കെ ചെക്ക് ഞാൻ ഒപ്പിട്ടിട്ടാണ് അവിടെ വിശ്വാസത്തിലാണ് ഒപ്പിട്ടിട്ട് വെച്ചിരുന്നത്. ഇനിയും ചെക്ക് ഉണ്ടാവാമെന്നാണ് ഞാൻ പറയുന്നത്. ചെക്ക് ഇനിയും അവരടുത്ത് ഉണ്ടാവും, ഇനിയും ബാങ്കിലിടാൻ സാധ്യതയുണ്ട് എന്നാണ്. ചെക്കിൻ്റെ കാര്യം ഒന്നും കൂടി പറയുകയാണ്, അത് കേസിലും കൂടി ഉണ്ടായത്. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കോടതിയിൽ നിലവിലുള്ള കേസും കൂടിയാണത്. ആ ചെക്കായിട്ട് ബന്ധപ്പെട്ട കോടതിയിൽ പറയട്ടെ, വിധി വരട്ടെ, അന്വേഷണം നിയമപരമായി തന്നെ ഞാൻ നേരിടും. ഇതും എന്റെ മാനനഷ്ടത്തിന് ഞാൻ നിയമപരമായി തന്നെ കോടതിയിൽ പോയിട്ട് ഞാൻ നേരിടും. കൃത്യമായ എഗ്രിമെന്റിന്റെയും മറ്റു രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ബിസിനസ്സിൽ പങ്കാളിത്തം നൽകി പണം വാങ്ങിയത്. സെക്യൂരിറ്റിയായി നൽകിയതാണ് ചെക്ക്, അല്ലാതെ പണം പിൻവലിക്കാൻ ഞങ്ങൾക്ക് ചെക്ക് നൽകിയിട്ടില്ല. കച്ചവടം തകർന്നപ്പോഴുണ്ടാകുന്ന വീഴ്ച തന്നെയാണ് ഇതിലും ഉണ്ടായതെന്നും കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞ ഖാലിദ് അഭിഭാഷകരുമായി ആലോചിച്ച് ആവശ്യമായ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.